നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അടുത്ത കാലത്തായി ഇന്ത്യക്കാരെ ഏറ്റവും അധികം കാത്തിരുന്ന ഒരു വാഹനമാണ് ഇന്നോടൊപ്പം ഉള്ളത്. അത് ടാറ്റ സിയറയാണ്. എന്താണ് സിയറ ടെസ്റ്റ് ചെയ്യാത്ത, ടാറ്റയുമായിട്ട് ഞാൻ പിണക്കത്തിലാണോ എന്നൊക്കെ ചോദിച്ച് ധാരാളം കമ്പനികൾ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ യാതൊരു പിണക്കവും ആരോടുമില്ല. എന്നോടും അങ്ങനെ പിണക്കമുണ്ടെന്ന് തോന്നുന്നില്ല. വാഹന നിർമ്മാണ കമ്പനികൾക്ക് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഒരു വലിയ യാത്രയിലായിരുന്നു, ഒരു സൗത്ത് അമേരിക്കൻ യാത്രയിലായിരുന്നുകൊണ്ട് ആ സമയത്ത് മീഡിയ ഡ്രൈവ് വന്ന പല വാഹനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ തിരിച്ചെത്തിയതിന് ശേഷം ഓരോരോ വാഹനങ്ങളായിട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ ടാറ്റ സിയറയെ വിളിക്കാം. ടാറ്റ സിയറയുടെ അത്രയും ഹൈപ്പുണ്ടായൊരു വാഹനം അടുത്ത കാലത്ത് ഇന്ത്യൻ വിപണി കണ്ടിട്ടേ ഇല്ല. എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ടാറ്റ സിയറയ്ക്ക് വേണ്ടി. ടാറ്റ സിയറ എന്ന് പറയുന്നത് പഴയ ഒരു പേരാണ്. അതായത് വളരെ കാലം മുമ്പ് 91 നിർമ്മാണം തുടങ്ങുകയും 2003 നിർമ്മാണം അവസാനിപ്പിക്കുകയും ചെയ്ത ടാറ്റയുടെ ഒരു മിഡ് സൈസ് SUV ആയിരുന്നു സിയറ. അത് ശ്രദ്ധേയമായത് വാഹനത്തിൻ്റെ നിർമ്മാണ നിലവാരം കൊണ്ടൊന്നുമല്ല, അതിൻ്റെ ഒരു രൂപം കൊണ്ടായിരുന്നു. സൈഡിൽ വലിയ ഗ്ലാസ് പാനലൊക്കെയുള്ള ആ ഒരു വാഹനത്തിൻ്റെ നിർമ്മാണ രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്ന ലോകത്തിൽ മറ്റൊരു വാഹനത്തിനും ഉണ്ടായിരുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് സിയറ അന്ന് അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷേ നിർമ്മാണ നിലവാരം വളരെ മോശമായിരുന്നു. അന്നത്തെ ടാറ്റയുടെ പല വാഹനങ്ങളുടെ കാര്യത്തിലും അങ്ങനെയായിരുന്നു. എന്തായാലും ആ ഒരു രൂപത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ പേരും അങ്ങേയറ്റം ശ്രദ്ധിക്കപ്പെട്ടു. എന്തായാലും സൈഡിൽ കാണുന്ന ഒരു ഗ്ലാസ് പാനൽ പോലുള്ള കാര്യങ്ങളിലുള്ള രൂപസാദൃശ്യവും ഈ ഒരു പേരുമല്ലാതെ പഴയ സിയറയും പുതിയ സിയറയും വേണ്ടി യാതൊരു ബന്ധവുമില്ല. കാരണം ടാറ്റ മോട്ടോഴ്സ് അതുപോലെ വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ ലോക നിലവാരമുള്ള വാഹനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വാഹനമാണെങ്കിലും ഉൾഭാഗം കണ്ടുകഴിഞ്ഞാൽ നമ്മളിൽ നിന്നും കാരണം എത്രത്തോളം ഇൻ്റർനാഷണൽ ഒരു നിലവാരം ഇതിനുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ വളരെയധികം പ്രത്യേകതകളുള്ള ഈ ഒരു ടാറ്റ സിയറ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കുന്നത് ഏറ്റുമാനൂരുള്ള ഗ്രാൻഡ് അരീന കൺവെൻഷൻ സെൻ്ററിലാണ്. എൻ്റെ സുഹൃത്ത് രാജേഷിൻ്റെ സ്ഥാപനമാണിത്. നമ്മളിപ്പോൾ ഇത് എറണാകുളത്ത് ഡീലർഷിപ്പുകളിൽ സിയറ എത്തിയിട്ടില്ല. അതുകൊണ്ട് ലെക്സോൺ ടാറ്റയുടെ ഏറ്റുമാനൂർ ഡീലർഷിപ്പിൽ നിന്നാണ് ഞാൻ ഈ വാഹനം എടുത്തത്. അപ്പോൾ തന്നെ ഞാൻ രാജേഷിനെ വിളിച്ചു. രാജേഷ് മനോഹരമായ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പെർമിഷൻ എടുത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും ഏറ്റുമാനൂരെ നല്ല കോട്ടയത്ത് തന്നെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്ററാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രാൻഡ് അരീന. അപ്പോൾ നമുക്കിനി ടാറ്റ സിയറയുടെ മറ്റ് വിശേഷങ്ങൾ കടക്കാം. എല്ലാവർക്കും ബൈജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ മിഡ് സൈസ് SUV സെഗ്മെൻറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹ്യുണ്ടായി ക്രെറ്റയാണ്. ഹ്യുണ്ടായി ക്രെറ്റ വർഷങ്ങളായിട്ട് ആ ഒരു സെഗ്മെൻറ്റിലെ മുൻനിരയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹ്യുണ്ടായി ക്രെറ്റയെ പിടികൂടുക എന്നുള്ളത് തന്നെയായിരിക്കാം ടാറ്റ മോട്ടോഴ്സിൻ്റെ ലക്ഷ്യം. എന്ന് തന്നെയുമല്ല, അടുത്ത കാലത്ത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മഹീന്ദ്രയുടെ 1-2 EVകൾ വന്നപ്പോഴത്തേക്കും ടാറ്റ മോട്ടോഴ്സ് ഒന്ന് ഡിമ്മായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും നോക്കാനില്ല. സിയറ വന്നതോടുകൂടി അതുപോലെയുള്ള ബുക്കിംഗാണ് ഇപ്പോൾ സിയറയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വാഹനത്തിൻ്റെ പഴയ സിയറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു റാപ്പ് അറൗണ്ട് ഗ്ലാസ് ഏരിയ ആയിരുന്നു. പിൻഭാഗം നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് ഗവൺമെൻറ് അനുവദിക്കില്ല. കാരണം അത് സേഫ്റ്റി നോംസിന് എതിരാണെന്നുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ ഏരിയ ഉണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇവിടുത്തെ ഡിസൈൻ അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പഴയ ആ ഒരു സിയറയുടെ രൂപം കിട്ടുമെങ്കിൽ പോലും ഇത് പ്രോപ്പറായിട്ടുള്ളൊരു 5 ഡോർ വാഹനം തന്നെയാണ്. ഇവിടെ തുറക്കാവുന്ന ഒന്നുകൂടെ നിൽക്കട്ടെ, ഒന്നുകൂടെ നോക്കിയാലേ തുറക്കാൻ പറ്റുള്ളൂ. ഒന്ന് സാധാരണ ഏതൊരു വാഹനവും പോലെ തന്നെ ഇങ്ങനെ ഡോറാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ഗ്ലാസ് ഏരിയ അങ്ങനെ കടന്നു നിൽക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലൊരു ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുകയാണ് ഈ ഭാഗം. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. വാഹനത്തിൻ്റെ പ്രൊപ്പോർഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 4.3 മീറ്ററാണ് ഈ വാഹനത്തിൻ്റെ നീളം, 2.7 മീറ്ററാണ് വീൽ ബേസ്, 1.7 മീറ്ററാണ് ഹൈറ്റ്, 1.8 മീറ്ററാണ് വിഡ്ത്ത്. എങ്ങനെ നോക്കിയാലും ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ വാഹനമാണ് ഏത് തരത്തിൽ നോക്കിയാലും. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും പുതിയ അർഗോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. അർഗോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു ഓൾ ടെറൈൻ റെഡി പ്ലാറ്റ്ഫോമാണ്, പുതിയ പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഏത് തരത്തിലുള്ള വാഹനങ്ങൾ നിർമ്മിക്കാം എക്സെപ്റ്റ് ഇലക്ട്രിക്. അതായത് പെട്രോൾ, ഡീസൽ, CNG, ഹൈബ്രിഡ് അങ്ങനെ ഏതൊരു വാഹനങ്ങളും നിർമ്മിക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണിത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. തന്നെയുമല്ല ഫ്രണ്ട് വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് വാഹനമൊക്കെ നിർമ്മിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അർഗോസ് എന്ന് പറയുന്നത്. അതിൽ ഒരു ഗംഭീര പരീക്ഷണമാണ് ടാറ്റ മോട്ടോഴ്സ് നടത്തിയിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ വാഹനം കാണുമ്പോൾ നമ്മൾ നോക്കി നിന്ന് പോകും. അത്രയും മനോഹരമായ ഡിസൈനാണ്. ടാറ്റ മോട്ടോഴ്സിനെ പോലുള്ള കമ്പനികളെ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ ടാറ്റ സിയറയെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യം, നമുക്ക് ഈ വാഹനങ്ങളൊക്കെ വിദേശത്ത് ഓടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള കാര്യമാണ്. എന്തായാലും വിദേശ രാജ്യം നിങ്ങൾക്ക് വാഹനം ഓടിച്ച് തന്നെ കാണാനുള്ള അവസരം ഒരുക്കുന്ന ഒരു കമ്പനിയുണ്ട്. നമ്മളൊരിക്കൽ തായ്ലൻഡിൽ വാഹനം ഓടിച്ച് മുഴുവൻ കണ്ടത് ആ കമ്പനിയുടെ കൂടെ പോയിട്ടാണ്. ആ കമ്പനിയുടെ പേര് ഫെയർ ഫ്യൂച്ചർ ട്രാവൽസ് ആൻഡ് വെക്കേഷൻസ് എന്നാണ്. സാധാരണഗതിയിൽ നമ്മളൊരു ഗ്രൂപ്പ് ടൂറൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ ഇന്ന് വിമാനം ഇറങ്ങുന്ന ഒരു വിദേശ രാജ്യത്ത് അവിടെ നമ്മളെ കാത്ത് ബസ് ഉണ്ടാകും, എല്ലാം കൂടെ ബസ്സിൽ കയറി പോകുന്നു എന്നാണെങ്കിൽ
ഫെയർ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ ചെന്നിറങ്ങുന്ന എയർപോർട്ടിൽ നമ്മളെ കാത്ത് വാഹനങ്ങളുണ്ടാവും, നമുക്ക് സ്വയം ഓടിക്കാനുള്ള സെൽഫ് ഡ്രൈവ് വാഹനങ്ങളുണ്ടാവും. അത് ഓടിച്ച് നമ്മളെ രാജ്യം മുഴുവൻ കാണുകയാണ് ചെയ്യുക. ഇപ്പോൾ പുതിയ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് അവരുടെ പുതിയ ടൂറുകളുടെ മെയ് വരെയുള്ള കലണ്ടറാണ് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറ് ഇപ്പോൾ ജനുവരി തന്നെ ഉണ്ട്. അത് ജോർഡനാണ്. ജോർഡൻ അതിമനോഹരമായ സ്ഥലമാണ്. പക്ഷേ ജോർഡൻ ടൂറിൽ ഇപ്പോൾ തന്നെ 8 വാഹനങ്ങളും ആൾക്കാരൊക്കെ ആയിക്കഴിഞ്ഞു. 2 വാഹനങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. അതിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് ഫെബ്രുവരിയിൽ വീണ്ടും ജോർഡൻ ടൂറുണ്ട്. അതിനുശേഷം ഹിമാലയത്തിലേക്കുള്ള യാത്രയാണ്. ഹിമാചൽ പ്രദേശ് സ്പിറ്റി വാലി പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അവിടെ നമുക്ക് ഓടിക്കാൻ കിട്ടുന്നത് ഒന്നുകിൽ ഇസുസു അല്ലെങ്കിൽ ജിംനി ആയിരിക്കും. അതിനുശേഷം പിന്നെ വരുന്നത് ഏറ്റവും മനോഹരമായ സ്ഥലം സദേൺ തായ്ലൻഡാണ്. അതായത് കോ സമൂയി, ക്രാബി, ഫുക്കട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള യാത്രയാണ്. അവിടെ മറ്റൊരു കാര്യമുള്ള കാർ ഫെറി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ രസകരമായ യാത്രയായിരിക്കും. അതിനുശേഷം തുടർച്ചയായിട്ട് വരുന്ന മറ്റൊരു രാജ്യം സൗത്ത് ആഫ്രിക്കയാണ്. കേപ്പ് ടൗണിൽ നിന്ന് ഗംഭീരമായ ഒരു യാത്രയായിരിക്കും അത്. പിന്നെ വരുന്ന മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് അതും ഗംഭീരമാണ്. അത് കിർഗിസ്ഥാനാണ്. നമ്മളിവിടെ നിന്ന് ലണ്ടനിലേക്ക് ഡ്രൈവ് ചെയ്തപ്പോൾ കിർഗിസ്ഥാൻ ക്രോസ് ചെയ്താണ് പോയത്. ഗംഭീര ടെറൈനാണ് കിർഗിസ്ഥാനിൽ. അങ്ങനെ കിർഗിസ്ഥാൻ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ജനുവരി മുതൽ മെയ് വരെയുള്ള യാത്രകൾ ഇതൊക്കെയാണ്. ഗംഭീരമായ യാത്രകളാണ്. നിങ്ങൾക്ക് സ്വയം വാഹനം ഓടിച്ചു പോകാം. നമ്മുടെ കൂടെ എപ്പോഴും ഒരു ഗൈഡ് ഉണ്ടാകും. കൂടാതെ വാഹനത്തിന് റിപ്പയർ ചെയ്യാനുള്ള ഒരു മെക്കാനിക്ക് പോലും കൂടെ ഉണ്ടാകും. ആ രീതിയിൽ തകർപ്പൻ യാത്രയാണ്. കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ തായ്ലൻഡ് നമ്മൾ യാത്ര ചെയ്തത് നമ്മൾ വീഡിയോ സീരീസ് ആയിട്ട് വന്നിരുന്നു. അതൊന്ന് കണ്ടാൽ മതി. ഇതിൽ വാഹനം ഉണ്ടാകും, അതുപോലെ 5 സ്റ്റാർ അക്കോമഡേഷൻ ഉണ്ടാകും, ഫ്യൂവൽ ഉണ്ടാകും. അത്ര എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കും ഈ ഒരു പ്രൈസിൽ. ആകെ ഒരു ഉൾപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റാണ്. കാരണം പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് ഒരുമിച്ച് കൂടി യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഏതൊരു വിദേശ രാജ്യവും വാഹനം ഓടിച്ച് തന്നെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഫെയർ ഫ്യൂച്ചറിനെ വിളിച്ചാൽ മതി. നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് ടാറ്റ സീറയും വിദേശത്ത് ഓടിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. കാരണം സൗത്ത് ആഫ്രിക്കയിലൊക്കെ ടാറ്റയും മഹീന്ദ്രയൊക്കെ കാര്യമായ രീതിയിൽ വാഹനങ്ങൾ വിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ സീറയൊക്കെ പിന്നെ അവിടെ ഓടിക്കാൻ സാധിച്ചൊക്കെ. ഇപ്പോൾ ഏതായാലും പജേറോയും അതുപോലെ ഇസുസു പിന്നെ ജിംനിയൊക്കെയാണ് ഇപ്പോൾ ഫെയർ ഫ്യൂച്ചർ പല രാജ്യങ്ങളിൽ നമുക്ക് ഓടിക്കാൻ തരുന്നത്. അപ്പോൾ നമുക്കിനി വീണ്ടും ടാറ്റ സീറയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ടാറ്റ സീറയുടെ എഞ്ചിനുകൾ നോക്കുകയാണെങ്കിൽ ഡീസൽ എഞ്ചിനും ഉണ്ട്, പെട്രോളും ഉണ്ട്, രണ്ടിലും മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഡീസൽ ഓട്ടോമാറ്റിക് മോഡലാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ടോപ്പ് എൻഡ് മോഡലാണ്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ഫുൾ LED ലൈറ്റുകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിന് ഒരു ചെറിയ പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാവുന്ന ഈ വാഹനത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ലൈറ്റുകളില്ല എന്ന് വേണമെങ്കിൽ ആരോപിക്കാം. പക്ഷേ ലൈറ്റിൻ്റെ വലുപ്പത്തിലല്ല കാര്യം, വർക്കിലാണ് കാര്യം എന്നറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഗംഭീരമായ LED ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ നെടുനീളത്തിൽ ലൈറ്റ് ബാർ ഉണ്ട്. അത് വാഹനം ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. താഴെയായിട്ട് LED ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിംഗിൾ എലമെൻ്റാണ്, പക്ഷേ നല്ല ഭംഗിയുണ്ട്. നല്ല പ്രൊജക്ഷൻ ഉള്ളൊരു ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് LED ഒരു ഫോഗ് ലാമ്പും കൊടുത്തിരിക്കുന്നു. അതൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് എല്ലാം ഇങ്ങനെ. ആ ലൈറ്റ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് വളരെ സ്ലീക്കായിട്ട് ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ കാണുന്ന പോലെ ഒരു ബ്ലാക്ക് നിറമുള്ള ഒരു പിയാനോ ബ്ലാക്ക് നിറമുള്ള ഭാഗമാണ് ഗ്രില്ല് എന്ന് വിളിക്കാവുന്നൊരു ഭാഗത്തുള്ളത്. അതിൻ്റെ താഴെയായിട്ട് വീണ്ടും ബ്ലാക്ക് ഒരു ഭാഗം ഇവിടെ കാണാം. അഡാസ് ഫീച്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ക്യാമറയും അത്തരം കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇത്രയും കാലം നമുക്ക് കാണുമ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ലോഗോ കാണുമ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ടാറ്റ മോട്ടോഴ്സിൻ്റെ ലോഗോ എന്നൊക്കെ പറയുന്നത് ഇന്ത്യക്കാരുടെ രോമാഞ്ചമായി മാറിയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ കാലത്തൊക്കെ നമ്മൾ ടാറ്റയുടെ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ പറയും ആ ലോഗോ ഒന്ന് മാറ്റാൻ പറ ടാറ്റയോട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല. ഈ ലോഗോ വെച്ച് തന്നെ ടാറ്റ ഇപ്പോൾ ഗംഭീരമായൊരു കമ്പനിയായിട്ട് വളർന്നിരിക്കുകയാണ്. താഴെ വരുമ്പോൾ വലിയൊരു എയർ ഡാമാണ്. അതിൻ്റെയൊക്കെ എലമെൻറ്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ സെൻസേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നു അഡാസിൻ്റെ. താഴെയായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഈ ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗവുമുണ്ട്. മുൻഭാഗം മാത്രമല്ല, മൊത്തത്തിൽ നോക്കിയ ഒരു ബോക്സി ഒരു രൂപമായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ബോക്സി രൂപത്തിൻ്റെ ഭംഗി തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിനുണ്ട്. അതുപോലെ ബോണറ്റിൻ്റെ ലൈനുകളൊക്കെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഉയർന്നു നിൽക്കുന്ന ബോണറ്റ് ലൈനുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വലിയ ബോണറ്റും കൊടുത്തിരിക്കുന്നു. എന്തായാലും വളരെ പെട്ടെന്ന് കാണാത്തൊരു കാര്യം കൂടി ഇതിലുണ്ട്. അത് സീറ എന്നുള്ള ബാഡ്ജിങ്ങാണ്. അതങ്ങനെ നീട്ടി കൊടുത്തിരിക്കുന്നു. അതിലിങ്ങനെ സിങ്ക് ആയിപ്പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട്. അത് നിങ്ങൾക്ക് അങ്ങനെയല്ലേ തോന്നുക. എന്തായാലും അതും രസകരമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുൻഭാഗം ഏതായാലും തകർപ്പൻ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ 9 ഇഞ്ചിൻ്റെ വീലാണ് കാണുന്നത്. അതിൽ ഏതാണ്ട് എയറോ വീലിൻ്റെ രൂപത്തിലുള്ള ഡിസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ അലൂമിനിയം ഫിനിഷും ബ്ലാക്ക് ഫിനിഷും കൊടുത്തിരിക്കുന്നു. ടാറ്റയുടെ ലോഗോയും കൊടുത്തിരിക്കുന്നു. സൈഡ് പ്രൊഫൈലിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വീലാർച്ച് ഒരു സ്ക്വയറിഷ് ആയിട്ടുള്ള വീലാർച്ചാണ്. അതിന് എന്താ പറയുക, സ്ക്രാച്ചൊന്നും അധികം വീഴാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള രീതിയാണ് കൊടുത്തിരിക്കുന്നത്. അത് അങ്ങേ അറ്റം വരെ നീളുന്നുമുണ്ട്. ഇവിടെയുമുണ്ട് സീറ എന്നുള്ള ബാഡ്ജിങ്. സൈഡ് വ്യൂ മിറേഴ്സിനൊക്കെ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഫ്ലോട്ടിംഗ് രീതിയിലുള്ള ഒരു റൂഫാണ്. കാരണം ഇത് ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട് ABC പില്ലറൊക്കെ. അതുകൊണ്ട് ഫ്ലോട്ട് ചെയ്ത് റൂഫ് നിൽക്കുന്ന പോലെ തോന്നും. മറ്റൊരു കാര്യമുള്ളത് ഈ ഒരു ഗ്രാബ് റെയിൽ, ഇതിൽ സാധനങ്ങളൊന്നും വെക്കാവുന്ന ഷെൽഫൊന്നും വെക്കരുതെന്ന് ടാറ്റ പറഞ്ഞിട്ടുണ്ട്. കാരണം മേൽഭാഗത്ത് സാധനങ്ങൾ വെക്കുന്ന നിയമവിരുദ്ധമാണ് എന്നുള്ളതുകൊണ്ട്. കേരളത്തിലെ നമ്മുടെ MVD ഇതൊക്കെ പണ്ട് നടപ്പിലാക്കിയാണെങ്കിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഇതുവരെ നടപ്പാക്കിയിരുന്നില്ല. അപ്പോൾ അത് ടാറ്റ മോട്ടോഴ്സ് അത്തരം ചില കാര്യങ്ങൾ നിർബന്ധപൂർവ്വം കൊണ്ടുവരികയാണ്. ഇതിൽ സാധനങ്ങളൊന്നും വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മേൽഭാഗത്ത് സാധനങ്ങൾ വെക്കുന്നത് നിയമവിരുദ്ധമാണ്.
അപ്പോൾ അവിടെ ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസൈൻ യാതൊരു തട്ടും തടവും ഇല്ലാതെ പിന്നിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെയും വലിയ ക്ലാഡിംഗ് ആണ്, വളരെ വീതിയുള്ള ക്ലാഡിംഗ് കൊടുത്തിരിക്കുന്നു. എന്തായാലും ഈ ഒരു ഭാഗത്തോടുകൂടിയാണ് കാര്യങ്ങളെല്ലാം പാടെ മാറി മറയുന്നതെന്ന് പറയാം. അതായത് പഴയ സീറയുടെ രൂപത്തിലേക്ക് മാറി വരുന്നുണ്ടെങ്കിലും ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് മറ്റൊരു വാഹനം ഓർമ്മയുണ്ടാവും. അത് കിയ സിറോസാണ്. കിയ സിറോസിന് ഏതാണ്ട് ഈ ഒരു പ്രദേശം ഏതാണ്ട് കിയ സിറോസിനും ഒരുപോലെയാണെന്ന് പറയാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വളരെ ആരാധിച്ചിരുന്ന പഴയ ആ ഒരു രൂപം, അതായത് സീറയുടെ രൂപം വരുന്നത്. പക്ഷേ അത് മനോഹരമായിട്ട് ആധുനികവൽക്കരിച്ച് ആ രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ ഡോറാക്കി മാറ്റിയിരിക്കുന്നത് സമ്മതിച്ചേ പറ്റും. അതൊരു 3 ഡോർ വാഹനമായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ സീറ. ഇതിപ്പോൾ അങ്ങനെയല്ല, പ്രോപ്പറായിട്ടുള്ള 5 ഡോറാണ്. എന്നാൽ ഇവിടെയൊക്കെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഗ്ലാസ് ഏരിയ അങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. അതിവിടം വരെ ഇങ്ങനെ നീളുന്നുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ വേണമെങ്കിൽ എതിരഭിപ്രായം ഉണ്ടാകാം നിങ്ങൾക്ക്, അതായത് പോരാ, അത്ര രസകരമായ രൂപമല്ല. കാരണം പക്ക ബോക്സ് രൂപമാണ്. പക്ഷേ ആ ബോക്സ് രൂപത്തിൻ്റെ ഭംഗി ഞാൻ പറഞ്ഞില്ല, അത് തീർച്ചയായിട്ടും ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. എങ്കിലും എന്തോ ഒരു ചെറിയ ഏച്ചുകെട്ടൽ പിൻഭാഗത്തെ രൂപത്തിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ടാറ്റാസിയുടെ കുറ്റം പോലും പറയാൻ പറ്റാത്ത കാലം കേട്ടോ. അതുപോലെ ആരാധകരുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം. അതുപോലെ ഇവിടെ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ കൊടുത്തിട്ടുണ്ട്, ഒരു ഷാർഫിൻ ആൻറ്റിന ഉണ്ട്. ഈ ഭാഗമൊക്കെ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇതിൻ്റെ അകത്തായിട്ട് ഒരു കക്ഷി ഒളിച്ചിരിപ്പുണ്ട്. അത് ഇതിൻ്റെ വൈപ്പറാണ്. വൈപ്പർ കാണാത്ത രീതിയിൽ അകത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. അത് രസകരമായിട്ടുണ്ട്. അത് നമ്മളത് ഓൺ ചെയ്യുമ്പോഴേ അദ്ദേഹം വെളിയിലേക്ക് വരികയുള്ളൂ. കൂട്ടിനകത്ത് കയറിയിരിക്കുകയാണ്. ഇവിടെ വീണ്ടും സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ ഒരു ലൈറ്റ് ബാർ ഉണ്ട്, അതും വാഹനം ഓൺ ചെയ്യുമ്പോൾ കാണാം. പിന്നെ ഇവിടെ ഫുൾ ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുന്ന ബമ്പറും താഴെയായിട്ട് ഒരു അലൂമിനിയം ഫിനിഷുമാണ് കാണുന്നത്. ക്യാമറകളാണ്, ഇഷ്ടം പോലെ ക്യാമറ സെൻസേഴ്സും ഒക്കെ എല്ലായിടത്തും കാണാം. ഇവിടെയും നീട്ടി എഴുതിയിട്ടുണ്ട് സീറ എന്നുള്ള കാര്യം. മറ്റു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പഴയ സീറയിൽ ഇവിടെയായിരുന്നു സ്പെയർ ടയർ കൊടുത്തിരുന്നത്. അതിൻ്റെ ഒരു ഭംഗിയായിരുന്നു. പക്ഷേ അതും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ആൾക്കാർ അങ്ങനെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു ഓഫ് റോഡ് വാഹനങ്ങൾക്കല്ലാതെ അധികം വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ താഴെയായിട്ടാണ് സാധാരണ SUV പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അകത്തൊരു ബോൾട്ട് ഒന്ന് അയച്ചാൽ ഇറങ്ങി വരും. വളരെ എളുപ്പത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. അപ്പോൾ ഈ പാഴ്സൽ ട്രേ വരെയുള്ള ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 450 ലിറ്ററാണ്. പക്ഷേ പാഴ്സൽ ട്രേ കഴിഞ്ഞ് മേലോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് മടക്കി വെച്ചിട്ട് വീണ് സാധനങ്ങൾ വയ്ക്കാമല്ലോ. അങ്ങനെ നോക്കിയാൽ 622 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. തന്നെയല്ല 60/40 നമുക്ക് ഫോൾഡ് ചെയ്യാം സീറ്റ്. അതുകൂടെ മടക്കുകയാണെങ്കിൽ 1237 ലിറ്ററായിട്ട് ബൂട്ട് സ്പേസ് ഉയരുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ മാസീവായിട്ടുള്ള ബൂട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. പക്ക ഇതിൻ്റെ ബോക്സ് രൂപം കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ്. ഇത് തുറക്കുമ്പോഴാണ് കേട്ടോ, കറക്റ്റ് ഒരു പെട്ടിയാണ് സംഭവം. അത് ബൂട്ട് സ്പേസ് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും കുറച്ച് താഴ്ന്ന ഒരു പ്രൊഫൈൽ ആയതുകൊണ്ട് തന്നെ സാധനങ്ങൾ കയറ്റി വയ്ക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ സ്പെയർ ടയർ ഇരിക്കുന്ന ഭാഗത്ത് ഒന്നുമില്ല, ശുദ്ധ ശൂന്യത മാത്രമാണുള്ളത്. അതൊരു പ്രത്യേകതയാണ്. കാണുമ്പോൾ നമുക്ക് അയ്യോ മറ്റു വാഹനങ്ങളൊന്നും കാണാത്ത രീതിയാണ്. എന്തായാലും ചെറിയ ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ 12 വോൾട്ട് ചാർജർ കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുകയും ചെയ്യാം. അപ്പോൾ ഇലക്ട്രിക്കലി നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള സംവിധാനവും കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിസൈൻ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എവിടെയാണ് ബ്രേക്ക് ലൈറ്റ് എന്ന്. ബ്രേക്ക് ലൈറ്റ് സാധാരണഗതിയിൽ അത്യാവശ്യം പോയിൻ്റായിട്ട് കാണുന്നതാണല്ലോ. പക്ഷേ ഇതാണ് ബ്രേക്ക് ലൈറ്റ്. ഇതിൻ്റെ മേൽഭാഗത്തായിട്ടാണ് ബ്രേക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ലൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഗംഭീരമാണ് സംഭവം. വളരെ സ്ലീക്കാണ്. ഒരുപക്ഷേ ഈ വാഹനത്തിൻ്റെ വലിപ്പമായിട്ട് നോക്കുമ്പോൾ ചെറുതുമാണെങ്കിൽ പോലും രസകരമായിട്ട് ഇതെല്ലാം അങ്ങനെ ഉൾച്ചേർത്തിരിക്കുന്നതായാലും ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കിടിലൻ വാഹനം കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരുന്ന രീതിയിൽ നിർമ്മിക്കാൻ ടാറ്റയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്രയും ചേർന്ന് ഇന്ത്യൻ വാഹന നിർമ്മാണ രംഗം തന്നെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയധികം നിങ്ങൾ ആലോചിച്ചു കേട്ടോ, ടൊയോട്ടോട്ടുള്ള എന്തൊക്കെ വാഹന നിർമ്മാതാക്കൾ ഇന്ത്യയിലുണ്ടെങ്കിൽ പോലും വളരെ വ്യത്യസ്തമായ ഇത്തരം വാഹനങ്ങളെ കൊണ്ടുവരാൻ ഇപ്പോഴും 2 കമ്പനികളേ ഉള്ളൂ. അത് 2 ഇന്ത്യൻ കമ്പനികളാണ്, ടാറ്റയും മഹീന്ദ്രയും എന്നുള്ള നമുക്ക് അഭിമാനം തരുന്ന കാര്യവുമാണ്. അപ്പോൾ ഇനി സർവീസ് പോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെയൊക്കെ നന്നായി കഴിഞ്ഞാൽ ഈ 2 കമ്പനികളെ വെല്ലാൻ ആരുമില്ലാത്ത അവസ്ഥ തീർച്ചയായിട്ടും കൈവരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇനി കൊതിപ്പിക്കുന്ന ഇൻറ്റീരിയറാണ്. എൻ്റെ ഇൻറ്റീരിയർ കണ്ടു കഴിഞ്ഞാൽ സത്യമായിട്ട് കൊതി വരും. അതൊന്ന് കാണാം അല്ലേ.
നമ്മൾ ഏറ്റവും പുതിയ ഈ മൾട്ടിപ്ലക്സ് തിയേറ്ററിലേക്ക് കയറുമ്പോൾ നമ്മൾ സ്വാഗതം ചെയ്തൊരു സാധനം ഉണ്ടല്ലോ, അതാണ് ഇവിടെയും നമ്മൾ സ്വാഗതം ചെയ്തത്. ഡോൾബി അറ്റ്മോസ്. ഇതൊരു തിയേറ്ററിലേക്കാണോ കയറുന്നത് സംശയം തോന്നും. കാരണം ഇതിനകത്തുള്ള കിടിലൻ ഒരു JBL മ്യൂസിക് സിസ്റ്റമാണ്, 12 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം, സബ് വൂഫർ. ഇതൊന്നും കൂടാതെ ഇവിടെ ഒരു കിടിലൻ സൗണ്ട് ബാർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് സൗണ്ട് ബാർ മുൻഭാഗത്ത് അങ്ങനെ നീട്ടി പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ അതിൻ്റെ കൂടെ ഡോൾബി അറ്റ്മോസും എല്ലാം കൂടി ചേരുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ വിപണിയിലുള്ള വാഹനങ്ങളിലെ ഏറ്റവും ബെസ്റ്റ് മ്യൂസിക് സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവിടെ തൊട്ട് തുടങ്ങിയാണ് കൗതുകങ്ങളെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് ഈ കാണുന്ന 3 സ്ക്രീനുകളാണുള്ളത്. ഇത് 12.3 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ, നടുക്ക് മറ്റൊരു 12.3 ഇഞ്ചിൻ്റെ സ്ക്രീൻ, ഇവിടെ ഒരു 10.25 ഇഞ്ചിൻ്റെ സ്ക്രീൻ, അങ്ങനെ 3 എണ്ണമാണ്. ഇതിൽ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇത് ഈ മുൻഭാഗത്തുള്ള പാസഞ്ചർക്ക് മാത്രമായിട്ടുള്ള ഒരു സ്ക്രീനാണ്. ഇദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് യൂട്യൂബ് പ്ലേ ചെയ്യാം, അതുപോലെ സിനിമ പ്ലേ ചെയ്യാം, എന്തും ചെയ്യാം. അതിൻ്റെ സൗണ്ട് ഡ്രൈവർ എന്ന് പറയുന്ന പാവപ്പെട്ടവൻ കേൾക്കാതിരിക്കാൻ വേണ്ടി വയർലെസ് ആയിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ട് അവിടെ കേൾക്കുകയും ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിന് മാത്രമായിട്ടൊരു തിയേറ്റർ അവിടെ കൊടുത്തിരിക്കുകയാണ്, ഡോൾബി അറ്റ്മോസ് ഒക്കെ ആയിട്ട് സന്തോഷവും സുഖവുമായിട്ട് പാസഞ്ചർക്ക് സഞ്ചരിക്കാം. എന്നാൽ ഇതിനകത്തൊരു ഒരു ഫിൽറ്ററുണ്ട്, ഒരു പ്രൈവസി ഫിൽറ്റർ കൊടുത്തിട്ടില്ല. കാരണം നമ്മളത് കണ്ടിട്ടുണ്ട്, മറ്റ് പല വാഹനങ്ങളിലും ഉണ്ട്. ടോപ്പ് എൻഡ് വാഹനങ്ങളിൽ ഇവിടെ നിന്ന് ഡ്രൈവർ ഓടിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ സ്ക്രീൻ കാണാനേ പറ്റില്ല, അതിനൊരു ഫിൽറ്റർ വരും. പക്ഷേ അത് ഇതിൽ കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും വളരെ ഗംഭീരമായൊരു സിസ്റ്റം എന്നാണ് പറയേണ്ടത്. ഇതിലേക്ക് വരുമ്പോൾ ടാറ്റയുടെ എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഉള്ള ഒരു സംഭവമാണ് ഈ നടുവിൽ കാണുന്നത്. അതിൽ 360 ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങളുണ്ട്. അത് എന്തൊരു റെസൊല്യൂഷൻ എന്നുണ്ടോ, കിഡിലൻ റെസൊല്യൂഷൻ. ഇനി 2D മതിയെങ്കിൽ, അല്ല 3D മതിയെങ്കിൽ അങ്ങനെ, 2D മതിയെങ്കിൽ അങ്ങനെ. പിന്നെ ചുറ്റുപാടുമുള്ള സാധനങ്ങൾ, എന്ത് സംഭവങ്ങളും വരുന്നൊരു കിഡിലൻ ക്യാമറയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അഡാസ് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് എല്ലാം ആവശ്യവുമാണല്ലോ. മറ്റൊരു കാര്യമുള്ളത്, ഇതിന് വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാ കാര്യങ്ങളും അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല റെസൊല്യൂഷൻ മാത്രമല്ല, വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ. ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നല്ല ഒരു UI ആണ്, ഒരു യൂസർ ഇൻ്റർഫേസാണ് കൊടുത്തിരിക്കുന്നത്. അതിലെ ഈ ഒരു ഫോണ്ടുകളൊക്കെ ആയാലും വളരെ രസകരമാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും നമ്മളൊരു ഐഫോണിലേക്ക് നോക്കുന്ന പ്രതീതിയാണ് തോന്നുക. ആ രീതിയിൽ അതെല്ലാം തകർപ്പനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ നിറങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ബ്ലാക്ക്, ഇവിടെ ഒരു കുറച്ച് വൈറ്റ് ഷെയ്ഡുള്ള ഒരു ഓഫ് വൈറ്റ് നിറം, ഇവിടെ സാധാരണ നമ്മളിപ്പോൾ പല വാഹനങ്ങളിലും കാണുന്ന ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ഭാഗം, എന്താ അതിന് പറയേണ്ടത്, ഒരു ഫാബ്രിക് എന്ന് തോന്നിക്കുന്ന ഒരു ഭാഗം, അതിലൊരു ചെറിയ അലൂമിനിയം ഫിനിഷാക്കി കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നിറങ്ങളെല്ലാം വളരെ കണ്ണിന് ആനന്ദം തരുന്ന നിറങ്ങളെന്നാണ് പറയേണ്ടത്. മറ്റൊരു കാര്യമുള്ളത്, ടോപ്പിൻ്റെ മോഡലായതുകൊണ്ട് തന്നെ വെന്റിലേറ്റഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് സീറ്റുകൾ. അതിൽ മെമ്മറി ഫംഗ്ഷനുണ്ട്, 3 മെമ്മറി ഫംഗ്ഷനുണ്ട്. പാസഞ്ചർ സീറ്റിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, അതിൽ ആ വെന്റിലേഷൻ്റെ ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പനോരമിക് സൺറൂഫാണ്, എന്ന് വെച്ചാൽ അങ്ങേ അറ്റം വരെ നീളുന്ന പനോരമിക് സൺറൂഫ്. അതിൻ്റെ ഈ മുൻഭാഗത്ത് ഈ ഒരു ഭാഗം മാത്രം നമുക്ക് ഗ്ലാസ് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. അതും നല്ല കാര്യം, കാരണം അതിൻ്റെ താഴെ വലിയൊരു പാനൽ ഉള്ളതുകൊണ്ട് അടച്ചിരിക്കും. ഇപ്പോഴത്തെ പല വാഹനങ്ങളിലും തുറന്ന മൂൺ റൂഫ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ വെയിലിൽ അകത്തേക്ക് ചൂട് വരുന്നൊരു പരാതി പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 2 ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അല്ല കൊടുത്തിരിക്കുന്നത്, 2 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ്. അതെന്താണെന്ന് അറിയില്ല, സാധാരണ ഓട്ടോമാറ്റിക് കൊടുക്കുന്നതാണ്, 2 സോണാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ചെറിയ സ്പേസുകളൊക്കെ ഉണ്ട് സാധനങ്ങൾ സൂക്ഷിക്കാൻ. 2 കപ്പ് ഹോൾഡേഴ്സ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കാണ്, ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റെ മനോഹരമായ ഗിയർ ലിവറാണ് കാണുന്നത്. ഇവിടെയൊക്കെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെയാണ് വയർലെസ് ചാർജിങ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ വയ്ക്കുമ്പോൾ സാധാരണ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് സ്ക്രീനുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആരാണ് വിളിക്കുന്നതൊക്കെ എടുത്ത് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ പെട്ടെന്നൊന്ന് കണ്ണ് തെറ്റിച്ചാൽ കാണാൻ സാധിക്കും. നല്ലൊരു ആംറസ്റ്റ്, കൂടാതെ ചെറിയൊരു സ്പേസ്, ഇവിടെ സ്റ്റോറേജ് സ്പേസ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡോർ പാഡിലേക്ക് പോകുമ്പോഴാണെങ്കിലും 2 ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ സാധിക്കും. കൂടാതെ ഒരു കൂട സൂക്ഷിക്കാനുള്ള സംവിധാനം അവിടെയുണ്ട്. ഈ കൂട സൂക്ഷിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് ടാറ്റയ്ക്ക് ജാഗ്വർ ലാൻഡ് റോവർ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഐഡിയ എന്ന് തോന്നുന്നു. ജാഗ്വറിൽ ചില വാഹനങ്ങളിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, അതിപ്പോൾ ഇവിടെയും ആവർത്തിക്കുന്നു. പിന്നെ നല്ല മനോഹരമായ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഡോർ പാഡിന്, അത് നല്ല ഭംഗിയായിട്ടുണ്ട്. സ്പേസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2.7 മീറ്റർ വീൽ ബേസ് ഉള്ളതുകൊണ്ട് സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു പിശുക്കുമില്ല. സുഖമായിട്ട് 4-5 പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാവുന്ന അത്രയും സ്പേസ് ഉണ്ട്. മുൻഭാഗത്താണെങ്കിലും നല്ല ഈ അല്പം ഹൈറ്റ് കുറഞ്ഞ വാഹനം പോലെ തോന്നിക്കുമെങ്കിലും അങ്ങനെയൊന്നും യാതൊരു കുഴപ്പവുമില്ല, നല്ല ഹെഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കാണുന്ന ടാറ്റയുടെ മിക്ക വാഹനങ്ങളിലും ഏതാണ്ട് ഒരേപോലുള്ള ഇൻറ്റീരിയറാണ്, ഹാരിയർ ആയാലും സഫാരി ആയാലും. പക്ഷേ അതിൽ നിന്നൊരു ഭീകരമായൊരു ഡിപ്പാർച്ചറാണ് ഇതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ സ്മാർട്ട് ഓഫീസ് സ്പേസിൻ്റെ രീതികളാണ്, മൊത്തത്തിൽ ഡിസൈൻ രീതികളെല്ലാം കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ടാറ്റയുടെ നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള സ്റ്റിയറിംഗ് വീല് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇവിടെ ഡിജിറ്റൽ ലോഗോ കൊടുത്തിരിക്കുന്നു. ഈ സൈഡിൽ വോളിയം കൺട്രോളുകളും ഈ സൈഡിൽ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു. മനോഹരമായ
വളരെ ഷാർപ്പായിട്ടുള്ള കളേഴ്സുള്ള ഒരു സ്ക്രീനാണ് നമ്മൾ മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത് കാണുന്നത്. അതിൽ ട്രിപ്പും അതുപോലെ ഡിസ്റ്റൻസ് ടു MG അത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ്. ടയർ പ്രഷർ മൗണ്ട് സിസ്റ്റം പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മീറ്ററൊക്കെ വളരെ ചെറുതായി വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ പണ്ടത്തെ പോലെ പണ്ട് വലിയ മീറ്ററൊക്കെ ആയിരുന്നു, അതൊക്കെ ഇപ്പോൾ കുഞ്ഞതായി ഡിജിറ്റൽ മീറ്ററൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഡീസൽ ഓട്ടോമാറ്റിക്കലും. അത് നമുക്ക് രസകരമായിട്ട് വാഹനം ഓടിച്ചു പോകാൻ സഹായിക്കുന്ന കാര്യമാണ്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതിന് ഏറ്റവും നല്ലൊരു സ്പേസ് തന്നെയാണ്. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ടെറൈൻ മോഡുകളൊക്കെയാണ്. ടെറൈൻ മോഡുകൾ എന്ന് പറയുന്നത് അതിലേക്ക് നോക്കുമ്പോൾ കാണാം. വെറ്റ് മോഡ്, റഫ് മോഡ്, നോർമൽ, വെറ്റ്, അത്രയാണ് ഇതിൽ കാണുന്നത്. ഇവിടെ ഒരു ഓട്ടോ ഹോൾഡിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ മറ്റൊരു സ്വിച്ച് ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ് സ്പോർട്ട് മോഡ്. സിറ്റി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്. എല്ലാം വിളിച്ചു പറയുന്നുണ്ട്. വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമെന്ന് മീശമാധവന് ചോദിച്ച പോലെ ഒരു ചോദ്യമുണ്ട്. കാരണം വെച്ചാൽ നമുക്കിവിടെ കാണാമല്ലോ, വിളിച്ചു പറയേണ്ട കാര്യമില്ല. എന്തായാലും ഈ സൈഡിലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗം വളരെ രസകരമാണ്. ഇതിലാണ് ഈ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ നമ്മുടെ വിൻഡോയുടെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ തകർപ്പൻ സാധനമാണ് കേട്ടോ. ഏതായാലും ഈ ഭാഗത്തുനിന്ന് അങ്ങനെ ഇതൊന്ന് ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിൽ, നമ്മൾ ഹഗ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഭാഗമാണ് ഈ പോകുന്നത്. അതുപോലെ വിസിബിലിറ്റി എന്നൊക്കെ പറയുന്നത് ഗംഭീരമാണ്. എന്തായാലും ഇന്ത്യക്കാരെ മര്യാദ പഠിപ്പിക്കാൻ ഇന്ത്യൻ കമ്പനി തന്നെ വേണമെന്നുള്ളൊരു സംശയമില്ല. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ വാഹനം ഓടിത്തുടങ്ങണമെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടേ പറ്റൂ. സീറ്റ് ബെൽറ്റ് ഇടാതെ ഓടിച്ചു പോകുന്ന ചിലരുണ്ടല്ലോ, അവർക്കുള്ളൊരു പണിയാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അല്പമെങ്കിലും ഡോർ തുറന്ന് കിടന്നാൽ, ഡോർ മര്യാദ കടന്നിട്ടില്ലെങ്കിലും വാഹനം അനങ്ങില്ല. അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ എനിക്കത് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. സീറ്റ് ബെൽറ്റ് ഇട്ടാൽ അനങ്ങില്ല എന്നറിയാമായിരുന്നു, പക്ഷേ ഡോർ തുറന്ന് കിടക്കുന്നതുകൊണ്ട് അനങ്ങാത്തത് എനിക്ക് മനസ്സിലായി. പിന്നെ അടച്ചപ്പോഴാണ് വാഹനം ഓടി തുടങ്ങിയത്. അപ്പം നമ്മുടെ കാര്യത്തിൽ, ഇന്ത്യക്കാരുടെ കാര്യത്തിൽ മൊത്തത്തിൽ മര്യാദ ഇത്തിരി കുറവുണ്ടല്ലോ. അപ്പോൾ ആ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ടാറ്റ ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ട് മാത്രം ഓടിച്ചാൽ മതി. സീറോ ഓണേഴ്സ് എല്ലാവരും അത് മനസ്സിലാക്കുക. തന്നെയല്ല, ഡോർ മര്യാദ കിടക്കുക, എങ്കിൽ മാത്രമേ ഇദ്ദേഹം അനങ്ങി തുടങ്ങുള്ളൂ. അപ്പോൾ ആ മര്യാദ പഠിപ്പിക്കലിന് വേണ്ടി ഒരു ഇന്ത്യൻ കമ്പനി തന്നെ മുന്നോട്ട് വന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് റോ സീറ്റ് നോക്കാം. പിൻഭാഗത്തിരിക്കുമ്പോഴാണ് ശരിക്കും ബസ്സിലെ കിളി പറയുന്നത്. പന്ത് കളിക്കാൻ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെയാണ്. അതും തന്നെയല്ല, വളരെ ഫ്ലാറ്റ് ഫ്ലോറാണ്. സുഖമായിട്ട് വേണമെങ്കിൽ ഇടിച്ച് 4 പേർക്ക് ഇരിക്കാവുന്ന അത്രയും അവസ്ഥയുണ്ട്. എന്താണെന്ന് കണ്ടോ, ലെഗ് സ്പേസ് ഒക്കെ കണ്ടോ, ഇഷ്ടം പോലെ. ഹെഡ് സ്പേസ് ഒട്ടും മോശമല്ല. തന്നെയല്ല, അങ്ങേയറ്റം വരെ പനോരമിക് സൺറൂഫ് ഉള്ളതുകൊണ്ട് നല്ല പ്ലസൻ്റായ ഫീല് പിൻഭാഗത്തിരിക്കുന്നവർക്കുണ്ട്. പിന്നെ ഈ ഒരു വൈറ്റിഷ് നിറമാണല്ലോ ഉൾഭാഗത്ത്, അതുകൊണ്ട് അത് ചെളി പിടിക്കുന്നുള്ള കാര്യം സത്യമാണെങ്കിൽ പോലും വളരെ പ്ലസൻറ്റ് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നടുവിൽ ആളില്ലെങ്കിൽ തുറന്നു വയ്ക്കാവുന്ന ഒരു കപ്പ് ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്തുള്ളവർക്ക് AC വെൻ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ 2 ചാർജിങ് പോയിൻറ്റുകൾ, അതിൽ 65 വാട്ടിൻ്റെ വരെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൊബൈൽ ഫോൺ സൂക്ഷിക്കാം, ഇവിടെ ചെറിയ പേപ്പേഴ്സൊക്കെ സൂക്ഷിക്കാം. ഇവിടെയൊക്കെ വളരെ ചെറിയൊരു എലമെൻ്റൊക്കെ കൊടുത്ത് അത് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മുൻഭാഗത്ത് ആളില്ലെങ്കിൽ ഇവിടെ ഇരുന്നുണ്ട് നമുക്കൊരു ബോസ് സീറ്റ് എന്ന പരിപാടി ഉണ്ടല്ലോ. അത് സാധാരണ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഇതങ്ങനല്ല, നമ്മളൊന്ന് കൈ പിടിച്ച് വലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതും നല്ലൊരു കാര്യം തന്നെ. പിന്നെയുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഉയർത്തി വയ്ക്കാവുന്ന, മാനുവലി ഉയർത്താവുന്ന സൺബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പൊസിഷനാണ് ഇവിടെ നമ്മൾ ഈ എന്താ പറയുക, ബി പില്ലറിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ സീറോ ആക്കി മാറ്റാനുള്ള ആ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാനൽ വന്നങ്ങ് അടഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും അതിലും ഒരു ട്യൂട്ടർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയല്ല, അതിൽ അലൂമിനിയം ഫിനിഷ് കൊടുത്ത് ആ ഒരു വൃത്തിയോടെ മറച്ചിട്ടുണ്ട്. എന്തായാലും ഡോർ പാഡിലേക്ക് നോക്കുമ്പോൾ വീണ്ടും 2 ബോട്ടിലുകൾ വയ്ക്കാം. അതുപോലെ തന്നെ നല്ല ആംബ്രസ്റ്റും നല്ല നിലവാരവും. നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള എല്ലാം ടോപ്പ് നോച്ച് എന്നാണ് പറയേണ്ടത്. ഒരു തരത്തിൽ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ടാറ്റ മാറ്റിയെടുത്തിട്ടുണ്ട്. എങ്കിലും ടാറ്റയുടെ വാഹനങ്ങൾക്ക് എപ്പോഴും വരാവുന്ന ചെറിയ ഇഷ്യൂസ് അത് ദീർഘകാലം ഓടിക്കുമ്പോഴൊക്കെ അറിയാൻ പറ്റും. അതുകൂടെ ഇല്ലെങ്കിൽ ടാറ്റ സീറ ഇന്ത്യൻ വിപണി കീഴടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ചില വാഹനങ്ങൾ കാണുമ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, നമുക്ക് വാങ്ങിക്കണം തോന്നും. അങ്ങനെ വാങ്ങിക്കണം തോന്നുന്ന വാഹനങ്ങളിലൊന്നായിട്ട് ടാറ്റ സീറയെ പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കിനി വാഹനം ഓടിച്ചു നോക്കാം.
നമ്മൾ ഈ അടുത്ത കാലത്ത് ഓടിച്ച ഒരു വണ്ടിയും ഇതുപോലൊരു ഹെഡ് ടേണർ ആയിട്ടില്ല. എല്ലാവരും തിരിഞ്ഞു നോക്കുന്നു, എല്ലാവരും കൂടെ വന്ന് വീഡിയോ എടുക്കുന്നു, റോഡ് സൈഡ് നിൽക്കുന്നവരൊക്കെ വാവിളിച്ച് നോക്കുന്നു. ആ രീതിയിൽ ഒരു ശ്രദ്ധാകേന്ദ്രമായിക്കൊണ്ടിരിക്കുകയാണ് ടാറ്റ സീറ. ടാറ്റ സീറയുടെ ഒരു ലെഗസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക മനസ്സിലിപ്പോഴും നിൽക്കുന്ന ഒരു സംഭവമാണ്, നൊസ്റ്റാൾജിക് സാധനമാണ് പഴയ സീറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേരിൽ വന്നപ്പോൾ അത് വളരെ പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിച്ചു. ഈ സഫാരിയുടെ കാര്യത്തിലൊക്കെ അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ സഫാരിയിലും സീറയിലും പേര് മാത്രമേ ഉള്ളൂ ഇപ്പോഴും. ബാക്കി എല്ലാ കാര്യങ്ങളും പുതുതാണല്ലോ. 2 വാഹനങ്ങളും ടോട്ടലി ന്യൂ ആണ്, പേര് നിലനിർത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ കിട്ടിയൊരു ഫസ്റ്റ് ഇംപ്രഷൻ, ഈ ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഒരു വാവ് ഫാക്ടറുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ആകെ തോന്നിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് സസ്പെൻഷൻ ഒരു സ്റ്റിഫർ സൈഡാണ്, കുറച്ച് സ്റ്റിഫാണ് സസ്പെൻഷൻ. അതിനിപ്പോൾ വളരെ പുതിയൊരു വാഹനം ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, കാരണം ഇതൊന്നും അധികം ഓടാത്തൊരു വാഹനമാണ്, അതുകൊണ്ടായിരിക്കുമോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും കുറച്ച് സ്റ്റിഫായിട്ട് അനുഭവപ്പെട്ടു. പക്ഷേ സീറ്റിംഗ് പൊസിഷൻ ആയാലും വിസിബിലിറ്റി ആയാലും എല്ലാം തന്നെ അങ്ങേയറ്റം ഗംഭീരം എന്നാണ് പറയേണ്ടത്. ബോണറ്റ് വളരെ താഴ്ന്നാണ്, അതുകൊണ്ട് തന്നെ വിസിബിലിറ്റിക്ക് യാതൊരു ഭംഗവും വരുന്നില്ല ഇവിടെ നിന്നൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ എന്നുള്ളൊരു കാര്യം. പിന്നെ പിൻഭാഗത്തിരിക്കുന്നവരുടെ കാര്യത്തിൽ ബോഡി റോൾ എന്നുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതൊരു ബോഡി ഓൺ ഫ്രെയിം രീതിയൊന്നുമല്ല, മോണോകോക്ക് ബോഡി ആയതുകൊണ്ട് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ മഹീന്ദ്രയുടെയും അതുപോലെ തന്നെ ടാറ്റയുടെയും ഡീസൽ എഞ്ചിനുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്. ഇത്രയും റിഫൈൻഡ് ആയിട്ട് എങ്ങനെയാണ് ഡീസൽ എഞ്ചിൻ നിർമ്മിച്ചെടുക്കുന്നത്, വികസിപ്പിച്ചെടുക്കുന്നത് നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ വളരെ റിഫൈൻഡാണ്, വളരെ സൈലൻ്റാണ്. പിന്നെ NVS ലെവലുകളും ഇപ്പോൾ ഇന്ത്യയിലെ വാഹനങ്ങൾ NVS ലെവലുകളുടെ കാര്യത്തിലും വളരെ മുന്നിലാണ്. ഉൾഭാഗത്തേക്ക് യാതൊരു ശബ്ദവും കേൾക്കാത്ത രീതിയിൽ വെൽ ഇൻസുലേറ്റഡ് എന്നാണ് വിളിക്കേണ്ടത്. ആ കാര്യത്തിലും ഇന്ത്യൻ വാഹനങ്ങൾ ഇപ്പോൾ വളരെ മുന്നിലാണ്. നമ്മളിപ്പോൾ ഏറ്റുമാനൂർ മൂവാറ്റുപുഴ റോഡിലൂടെയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് എപ്പോഴും ആക്സിഡൻറ്റ് നടന്നുകൊണ്ടിരുന്ന പട്ടിത്താനം എന്ന സ്ഥലമാണിത്. പട്ടിത്താനത്ത് ഇപ്പോൾ പക്ഷേ ഈ ഒരു വലിയ റൗണ്ട് അബൌട്ട് നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആക്സിഡൻ്റൊക്കെ കുറഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും തിരിച്ച് മൂവാറ്റുപുഴ റോഡിലേക്ക് എടുക്കാമെന്ന് കരുതുന്നു. മൂവാറ്റുപുഴ റോഡിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ വളഞ്ഞ് തിരിഞ്ഞുള്ള കയറ്റങ്ങളും മറ്റുമാണ്. പക്ഷേ നല്ല റോഡാണ്, നല്ല വീതിയുള്ള റോഡുമാണ്. അപ്പോൾ എന്തായാലും ഏറ്റവും പുതിയ ടാറ്റ സീറ ഡീസലിനും പെട്രോളിനും ലഭ്യമാണ്. കൂടാതെ വലിയ താമസമില്ലാതെ EV വരുമെന്ന് കമ്പനി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ തിരഞ്ഞെടുക്കാനായിട്ട് വൈവിധ്യമാർന്ന 3 വേരിയൻറ്റുകൾ ലഭ്യമാണ് എന്ന് മാത്രമല്ല ഡീസലിലും പെട്രോളിലുമായിട്ട് 3 എഞ്ചിൻ ഓപ്ഷൻസും കമ്പനി ഇങ്ങനെ തുറന്നു തന്നിരിക്കുകയാണ് നമുക്ക്. അത് ഓരോന്നായിട്ട് പറയാം. ആദ്യത്തെ ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് MBFI പെട്രോൾ എഞ്ചിനാണ്. അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അറ്റ്കിൻസൺ സൈക്കിളിനെയാണ് ഫോളോ ചെയ്യുന്നത്. 106 bhp എഞ്ചിനാണിത്. 145 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. ഇതിൽ 6 സ്പീഡ് മാനുവലും ഉണ്ട്, 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ട്. ഈ ടാറ്റയുടെ DC ട്രാൻസ്മിഷൻ അൾട്രോസിലും മറ്റും ഉപയോഗിച്ച പലരും പല കംപ്ലയിൻറ്റുകളും ആദ്യകാലത്ത് പറഞ്ഞെങ്കിലും പിന്നീട് പടിപടിയായിട്ട് നന്നാക്കിയെടുത്തിപ്പോൾ ഏറ്റവും മികച്ച ഒരു ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് ഇപ്പോൾ ടാറ്റയുടെ കയ്യിലുള്ളത്. അതാണിപ്പം എനിക്ക് തോന്നുന്നത് ഐസിൻ എന്ന് പറഞ്ഞ ടൊയോട്ടയുടെ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനി നിർമ്മിച്ച് നൽകുന്ന ഐസിനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും അതാണിപ്പോൾ ഈ ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡിൽ ഉള്ള ഓട്ടോമാറ്റിക്. ഇനി എന്നുള്ളത് ഒരു ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അത് 160 bhp ആണ്, 255 ന്യൂട്ടൺ മീറ്ററാണ്. അതിൻ്റെ പ്രത്യേകത അത് ഓട്ടോമാറ്റിക്കിൽ മാത്രമേ ലഭ്യമുള്ളൂ എന്നുള്ളതാണ്. അതായത് ഐസിൻ നിർമ്മിച്ച് നൽകിയ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കിൽ മാത്രമാണ് അത് കിട്ടുക. പിന്നെ എന്നുള്ളത് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ. അത് ഇപ്പോൾ കെർവിലും അതുപോലെ നെക്സോണിലും ഒക്കെ നമ്മൾ കണ്ടിരിക്കുന്ന അതേ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 118 bhp ആണ്, 260 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. അതിൽ 6 സ്പീഡ് മാനുവലും ഉണ്ട്, പക്ഷേ ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടറും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പക്ഷേ ടോർക്കിലും വ്യത്യാസമുണ്ട്. 280 ന്യൂട്ടൺ മീറ്ററാണ് ഇതിൽ മാക്സിമം ടോർക്ക്. എന്നാൽ മാനുവൽ ആകുമ്പോൾ അത് 260 ന്യൂട്ടൺ മീറ്റർ ആകും. എന്തായാലും നമ്മൾ കെർവിലും നെക്സോണിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് കമ്പനി പറയുന്നുണ്ട്. അതായത് ലോ ഫ്രിക്ഷൻ പിസ്റ്റൺ റിങ്ങുകളൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി കൂടും, റിഫൈൻമെൻറ്റ് കൂടും. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു എഞ്ചിനിൽ സംഭവിച്ചിരിക്കുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 10.09 സെക്കൻഡ്സ് ആണ് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഏതാണ്ട് ക്രെറ്റയുടെ എൻലൈനോടൊപ്പം നിൽക്കും എന്ന് മനസ്സിലാക്കാം. ക്രെറ്റയുടെ എൻലൈൻ എന്ന് പറയുന്നത് വളരെ സ്പോർട്ടിയായ ഒരു വേരിയൻ്റ് ആണ്. അതിന് 10.2 സെക്കൻഡ്സ് ആണെങ്കിൽ ഇതിന് 10.9 സെക്കൻഡ്സ് ആണ് വേണ്ടി വരുന്നത്. ഇനി നമുക്ക് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ എഞ്ചിനിലേക്ക് പോകാം. ഡീസൽ എഞ്ചിനും ഓട്ടോമാറ്റിക്കും രണ്ടും കൂടെ ചേരുമ്പോൾ എന്തായാലും ഓടിക്കാൻ വളരെ ഹരം തരുന്ന ഒരു എഞ്ചിൻ തന്നെയാണിത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റിഫൈൻമെൻറ്റ് കാര്യമായ രീതിയിലുള്ളതുകൊണ്ട് വളരെ സ്മൂത്താണെന്നാണ് പറയുന്നത്. 12.87 സെക്കൻഡ്സ് ആണ് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ ഈ ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കിന് വേണ്ടി വരുന്നത്. എന്തായാലും ഒരു വെൽ കാലിബ്രേറ്റഡ് ഗിയർ ബോക്സ് ആണ് എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് സിറ്റിയിൽ ഓടിക്കാൻ കുറച്ചുകൂടി ഹരമുണ്ടാകും. അതുപോലെ നമ്മളൊന്ന് ആക്സിലറേറ്റ് ചെയ്ത് ഒരല്പം മുന്നോട്ട് പോകുമ്പോൾ തന്നെ ആ ഒരു റിഫൈൻമെൻറ്റ് നമുക്ക് മനസ്സിലാകും.
പിന്നെ വളരെ സ്മൂത്തായിട്ട് അങ്ങനെ ഒഴുകി പോകുന്ന ഫ്ലോട്ട് ചെയ്ത് പോകുന്ന രീതിയാണ് നമുക്ക് കിട്ടുക. ഇനി സസ്പെൻഷനിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ടോപ്പ് സ്പെക്ക് വേരിയൻറ്റുകളിലൊക്കെ. അതുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായ ഒരു റൈഡ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ചെറിയ ബമ്പുകളോ കുഴികളോ ഒന്നും ചാടുമ്പോൾ അറിയുന്ന പോലുമില്ല, ആ രീതിയിലാണ്. പക്ഷേ കുറച്ച് ഫേമാണ് സസ്പെൻഷൻ. അല്പം കൂടി ഒന്ന് സോഫ്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് തോന്നാം. അത് ഒരു പക്ഷേ ഈ വാഹനം പുതിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ആയിരിക്കാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കുറച്ച് ഓടിക്കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ 205 മില്ലിമീറ്റർ ഉണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ്. അതുകൊണ്ട് ഇന്ത്യയിലെ റോഡുകൾക്ക് ഏറ്റവും പറ്റിയ വാഹനം എന്നാണ് പറയേണ്ടത്. പിന്നെ 3 ടെറൈൻ മോഡുകൾ, നോർമൽ, വെറ്റ്, റഫ്. അത് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിലും അതെല്ലാം ആ തരത്തിലുള്ള ടെറൈനുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഉപയോഗം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ സ്റ്റിയറിംഗ് വളരെ ലൈറ്റാണ്. അതുപോലെ തന്നെ വളരെ പ്രഡിക്റ്റബിൾ എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഡ്രൈവിംഗ് രീതികൾ തരുന്നുമുണ്ട്. അപ്പോൾ ഇനി സേഫ്റ്റിയാണ് നോക്കേണ്ടത്. സേഫ്റ്റിയിൽ 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. പിന്നെ ESC, ട്രാക്ഷൻ കൺട്രോൾ, 360 ഡിഗ്രി ക്യാമറ, ഡിസ്ക് ബ്രേക്കുകളെല്ലാം 4 വീലും ഡിസ്ക് ബ്രേക്ക്, ഹിൽ ഹോൾഡ് കൺട്രോൾ. ഇതൊന്നും കൂടാതെ അഡാസിൻ്റെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിൽ ഓട്ടോണമസ് എമർജൻസി ബ്രേക്കിംഗ്, ലൈൻ കീപ്പ് അസിസ്റ്റ്, ക്രോസ് ട്രാഫിക് അലേർട്ട്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, അങ്ങനെ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ വാഹനം ഗ്ലോബൽ എൻക്യാപ്പിലൊന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ടാറ്റ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇത് 5 സ്റ്റാർ കിട്ടിയിരിക്കും എന്നുള്ള കാര്യം. ടാറ്റയുടെ കാര്യത്തിൽ ഇപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും 5 സ്റ്റാർ കിട്ടുന്നതുകൊണ്ട് തന്നെ സിയറയുടെ കാര്യത്തിൽ നമുക്ക് യാതൊരു ആശങ്കയ്ക്കും അവകാശമുണ്ടെന്ന് തോന്നുന്നില്ല. 5 സ്റ്റാർ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു ഡ്രൈവിംഗ് അനുഭവമാണ് ടാറ്റ സിയറ സമ്മാനിച്ചിരിക്കുന്നത്. നമുക്കിനി പെട്രോൾ, ഓട്ടോമാറ്റിക് അടക്കമുള്ള എല്ലാം ഓടിച്ചു നോക്കേണ്ടതുണ്ട്. മറ്റ് വേരിയൻറ്റുകളും തുടർന്ന് ഓടിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ടാറ്റ സിയറ ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഗംഭീരം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്. അപ്പോൾ ഇനി വിലയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എൻട്രി ലെവൽ മോഡലിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് 2 സ്ക്രീനാണ് ഉൾഭാഗത്തുള്ളൂ. അങ്ങനെ ചെറിയ ചില കുറവുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും 11,49,000 രൂപ എക്സ്ഷോറൂം വിലയ്ക്ക് നിങ്ങൾക്ക് ടാറ്റ സിയറയുടെ എൻട്രി ലെവൽ വേരിയൻറ്റ് കിട്ടും എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം അത്രയും ഗംഭീരമായ ഒരു വാഹനമായിട്ടാണ് നമുക്ക് തുടക്കത്തിൽ തോന്നുന്നത്. പലപ്പോഴും പലരും പറയാറുണ്ട്, നിങ്ങൾ മറ്റേ ചേട്ടൻ പറയുന്നത് കേട്ട് ഞാൻ മറ്റേ വണ്ടി വാങ്ങിച്ചെന്നിട്ട് അതിന് കുഴപ്പമാണല്ലോ ചേട്ടൻ എന്താണ് അങ്ങനെ പറയുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും അധിക നേരമൊന്നും ഈ വാഹനമൊന്നും ടെസ്റ്റ് ചെയ്യാൻ കിട്ടാറില്ല. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഓടിക്കാം. അല്ലാതെ മീഡിയം ഡ്രൈവിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആപ്പാട് ഓടിക്കാൻ കിട്ടുന്ന അങ്ങേറ്റം 100 കിലോമീറ്ററൊക്കെ ആയിരിക്കും. ഈ ഒരു 100 കിലോമീറ്ററോട് നമുക്കൊരു വാഹനത്തെ പൂർണ്ണമായിട്ടൊന്നും വിലയിരുത്താൻ പറ്റില്ല. വാഹനത്തിൻ്റെ നിർമ്മാണ നിലവാരവും പിന്നെ എഞ്ചിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് അത്തരം കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു നിരന്തരം ഉപയോഗിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിനപ്പുറത്തേക്ക് ഒരു ഫീഡ്ബാക്ക് പറയാൻ പറ്റാറുമില്ല. എന്തായാലും ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് ഈ വാഹനം കാണുമ്പോൾ നമുക്ക് വളരെ ഇഷ്ടപ്പെടും. പിന്നെ നിർമ്മാണ നിലവാരവും ഇഷ്ടപ്പെടും. എല്ലാ കാര്യങ്ങളും മുൻനിരയിലാണെന്നേ പറയാൻ പറ്റും. അപ്പോൾ വിലയിലേക്ക് പോകുമ്പോൾ 11 ലക്ഷം രൂപയിലാണ് വില ആരംഭിക്കുന്നത് പറഞ്ഞല്ലോ. അത് പെട്രോൾ മാനുവലിനാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് എത്തുമ്പോഴത്തേക്കും 16,79,000 രൂപയാണ് എക്സ്ഷോറൂം വില. നമ്മളിപ്പോൾ ഓടിച്ച ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ ടോപ്പ് എൻഡ് മോഡലിന് 21,29,000 രൂപയുമാണ് വില. അപ്പോൾ ഇത് രണ്ടും വന്നു കഴിഞ്ഞു. ഡീസലും പെട്രോളും വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ വരാവുന്നത് EV ആണ്. EV തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ടാറ്റ സിയറയുടെ EV കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിൽപ്പന എന്ന് പറയുന്നതിനെ ആശ്രയിച്ചിരിക്കും EVയുടെ വിജയം എന്നുള്ളൊരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഡീലർഷിപ്പിലേക്ക് അന്വേഷിക്കുമ്പോഴത്തേക്കും ആൾക്കാരങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വാഹനം ഒന്ന് കണ്ടിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയും കാണാതെ ബുക്ക് ചെയ്തൊരു വേറൊരു വിഭാഗം വേറെയുമുണ്ട്. അപ്പോൾ എന്തായാലും മോശമല്ല എന്നൊരു ഫീഡ്ബാക്കാണ് എനിക്കും തോന്നിയത്. ഓടിക്കുമ്പോഴും അത് ടാറ്റയുടെ ഡീസൽ എഞ്ചിനൊക്കെ ഇപ്പോൾ വളരെ റിഫൈൻഡായി മാറിയിട്ടുണ്ട്. നല്ല ഗംഭീരമായ ട്രാൻസ്മിഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു നല്ല വിജയമാകട്ടെ ഈ വാഹനമെന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് ഹോളിഡേ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫെയർ ഫ്യൂച്ചറിനെ സമീപിക്കുക. നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പിറ്റി വാലി, ഹിമാചൽ, അതുപോലെ സദേൺ തായ്ലൻഡ്, ജോർഡൻ, സൗത്ത് ആഫ്രിക്ക, പിന്നെ കിർഗിസ്ഥാൻ, ഇത്രയും രാജ്യങ്ങളിലൂടെ നിങ്ങൾക്ക് വാഹനം ഓടിച്ച് സഞ്ചരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാവുന്ന ഒരു കമ്പനിയാണ് ഫെയർ ഫ്യൂച്ചർ. എന്ന് മാത്രമല്ല മറ്റൊരു കമ്പനിയും കേരളത്തിൽ ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ഹോളിഡേയ്സ് ചെയ്യുന്നുമില്ല. അപ്പോൾ ടാറ്റ സിയറയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു ആളോടുകൂടി നന്ദി പറയേണ്ടത് രാജേഷിനോടാണ്. ഈ മനോഹരമായ ഗ്രാൻഡ് അരീന എന്ന് പറയുന്ന കോൺഫറൻസ് സെൻ്റർ നമുക്കായിട്ട് തുറന്നു തന്നതിന് രാജേഷിന് നന്ദി പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് വലിയ വിവാഹങ്ങൾ, ചെറിയ വിവാഹങ്ങൾ എല്ലാം നടത്താനുള്ള, ചെറിയ പാർട്ടികളെല്ലാം നടത്താവുന്ന പലതരം ഹോളുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പം ഏറ്റുമാനൂർ, കോട്ടയം, പാല പരിസരത്തുള്ള ആർക്കും സമീപിക്കാവുന്ന ഗംഭീരമായ ഒരു കോൺഫറൻസ് സെൻ്ററാണ് ഗ്രാൻഡ് അരീന. അപ്പോൾ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും നന്ദി. ബൈ.